കാലപ്പഴക്കം മൂലം ഉപേക്ഷിച്ച പഴയ സ്കൂൾ ബസ് ലൈബ്രറിക്കായി മാറ്റിയിരിക്കുകയാണ് പത്തനംതിട്ട പ്രമാടത്തെ പ്രകൃതി ഇംഗ്ലീഷ് മീഡിയം LP സ്കൂൾ. കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അധ്യാപകർ വ്യത്യസ്തമായ ലൈബ്രറി ഒരുക്കിയിരിക്കുന്നത്. പഴയ സ്കൂൾ ബസ്സിൽ ഒരുക്കിയ ലൈബ്രറിക്ക് എൻ്റെ കഥമുറി എന്നാണ് പേരിട്ടിരിക്കുന്നത്. വർഷങ്ങളോളം കുട്ടികളെ കൊണ്ടുവന്നിരുന്ന ബസ് തകരാറിലായിട്ടും വിട്ടുകളയാൻ സ്കൂൾ അധികൃതർക്ക് മനസ്സ് വന്നില്ല. വീണ്ടും നന്നാക്കാനാകില്ലെന്ന് ഉറപ്പായതോടെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ബസ്സിൽ ഒരു ലൈബ്രറി അങ്ങ് സെറ്റാക്കി. മായാവിയും ലുട്ടാപ്പിയും ജെറിയും ടോമുമെല്ലാം ഈ കഥമുറിയുടെ ചുവരുകളിലുണ്ട്. ക്ലാസ് മുറികളിലിരുന്ന് വായിച്ച കുട്ടികൾക്ക് വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് ഈ പുസ്തകവണ്ടി സമ്മാനിക്കുന്നത്. ഓരോ കുട്ടികളും പിറന്നാൾ ദിനത്തിൽ ഓരോ പുസ്തകം സമ്മാനിക്കും. ഇപ്പോൾ ഏകദേശം 500-ന് മുകളിൽ പുസ്തകങ്ങൾ ഈ പുസ്തകവണ്ടിയിലുണ്ട്. കുട്ടികളെ പുസ്തകങ്ങളുടെ വിശാലമായ ലോകത്തേക്ക് എത്തിക്കുന്നതിനും വായന രസകരമായ ഒരു അനുഭവമാക്കി മാറ്റുന്നതിനും വേണ്ടി നമ്മുടെ ഒരു പഴയ സ്കൂൾ വാഹനം ലൈബ്രറിയുടെ രൂപത്തിൽ ആക്കി എൻ്റെ കഥമുറി എന്ന പേരിട്ട് കുട്ടികൾ വായനശാലയായി ഉപയോഗിക്കുന്നു. കുട്ടികൾ വളരെ ആവേശത്തോടെയാണ് വായനയെ സമീപിക്കുന്നത്. ഒഴിവു സമയങ്ങളിൽ കുട്ടികൾ ഇവിടെ പുസ്തകം വായിക്കാൻ ഉപയോഗിക്കാറുണ്ട്. അമർചിത്രകഥകൾ മുതൽ ഇംഗ്ലീഷ് കവിതാ പുസ്തകങ്ങൾ വരെ ഇവിടെ ഈ കഥാമുറിയിലുണ്ട്. ആദ്യം ഒരു കൗതുകമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കുട്ടികളുടെ സ്ഥിരമിടമായി ഈ കഥമുറി മാറി. സംഭവം കളറായതോടെ കഥമുറി വിപുലീകരിക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. മീഡിയ 1 പത്തനംതിട്ട.